അപ്പോൾ ഇന്ന് ഞാൻ എന്താ പറയാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഓർമ്മ വന്നത് സ്നേഹമാണ് അഖില സാരമൂഴിയിൽ നമ്മുടെ മഹാകവി പറഞ്ഞിട്ടുള്ളതാണ്. സ്നേഹിക്കുകയുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും, സ്നേഹം ദേശത്തെ നീക്കിയിടുമതോർക്ക നീ. അതേത് കവി പറഞ്ഞുള്ളത്? നമുക്ക് നമ്മുടെ ഭക്ഷണങ്ങൾ, അതുപോലെ നമ്മുടെ വികാരങ്ങൾ, ഇതിനൊക്കെ ഒരു 3 തരമായിട്ട് തിരിക്കാൻ പറ്റും. തിരിച്ചിട്ടുണ്ട് ഓൾറെഡി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്വാത്വിക്, രജസിക്, താമസിക്. അപ്പോൾ ഈ സ്വാത്വിക് ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വ്രതങ്ങൾ എടുക്കുമ്പോൾ കഴിക്കുന്നത്, അമ്പലത്തിൽ പോകുമ്പോൾ ഒക്കെ നമ്മൾ കഴിക്കുന്നത് സ്വാത്വിക് ഭക്ഷണം മാത്രമേ കഴിക്കൂ. പിന്നെ തമസിക്കും രജസിക്കുമായുള്ള ഭക്ഷണങ്ങൾ വേറെ, മാംസം, മദ്യം, മറ്റുള്ള കാര്യങ്ങൾ. അതിലും ഇതിൽ രണ്ടിലും വകുപ്പ് വേറെ വേറെ ആയിട്ട് വരും. അതുപോലെ നമ്മുടെ ചിന്തകളിലും ഉണ്ടത്. സ്വാത്വികമായിട്ടുള്ള ചിന്ത, തമസിക് ഗുണം ചിന്തിക്കുന്ന, രജസിക്കായിട്ടുള്ളതുണ്ട്. നമ്മൾ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന, എല്ലാവരും മിക്കവരും ഉപയോഗിക്കുന്നതാണല്ലോ. അതിൽ കുറേ ഡാറ്റ നമ്മൾ കൂടുമ്പോൾ, കുറേ കാലങ്ങൾ കഴിയുമ്പോൾ കുറേ ഡാറ്റകൾ സേവ് ചെയ്ത് അതിൻ്റെ ഡിസ്കിൽ ഡാറ്റ കൂടുമ്പോൾ അത് സ്ലോ ആവും. പിന്നെ അതിൻ്റെ ഫങ്ഷനിങ്ങിൻ്റെ എഫിഷ്യൻസി ഉണ്ടാവില്ല. അത് നമ്മൾ പ്രതിസന്ധിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയും, ഡാറ്റകൾ, കാര്യങ്ങളൊക്കെ. കുറേ റിഫ്രഷ് ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ കളഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെ ആവും. നമ്മുടെ മനസ്സും അതേപോലെ തന്നെയാണ്. അപ്പോൾ അതിൽ കണ്ടമാനം സ്റ്റോറേജ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഫങ്ഷൻ ഒന്ന് ഡിലേ ആവും. മനസ്സിലായോ? ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. മനസ്സിന് ഓഫ് കോഴ്സ് കമ്പ്യൂട്ടറായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്തെന്ന് വെച്ചാൽ അതിൻ്റെ ഇതിൽ ഭയങ്കര ഹെവി ഡാറ്റ എത്ര വേണമെങ്കിൽ കയറ്റാൻ പറ്റുന്നതാണ്. എങ്കിലും നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കയറ്റി കഴിഞ്ഞാൽ അത് സ്ലോ ആവും, അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ടുള്ള ഒരു ക്ലാരിറ്റി മൈൻഡിൻ്റെ കിട്ടാതെ വരുന്ന ഒരു സന്ദർഭം ഉണ്ടാവും. അതിനാണ് ക്ലട്ടർ ക്ലീനിങ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ വീട്ടിലും ചെയ്യാറുണ്ട്. പല കാര്യങ്ങളും, നമ്മുടെ പഴയ പുസ്തകങ്ങളോ അല്ലെങ്കിൽ പഴയ ഉപയോഗിക്കാത്ത സാധനങ്ങളോ ഇന്നും നമ്മൾ എന്തെങ്കിലും ധരിക്കുമ്പോൾ വീടൊന്ന് ക്ലീൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഒരു നല്ലൊരു ഫീലിംഗ് തോന്നും. നമുക്കൊരു ലൈറ്റായിട്ടുള്ള ഫീലിംഗ്, പലതും കളയുമ്പോൾ, പലതും എടുത്ത് കളയുമ്പോൾ. അതുപോലെ ഈ ദുഷ്ചിന്തകൾ, എന്തൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ദേഷ്യം, വിദ്വേഷം, ഇതൊക്കെ മനസ്സിൽ നിന്ന് പോവുകയാണെങ്കിൽ മനസ്സ് കൂടുതൽ നന്നായി വർക്ക് ചെയ്യാൻ തുടങ്ങും, ഫ്രഷായിട്ട്. സ്വാത്വികമായിട്ടുള്ള വികാരങ്ങൾ മാത്രം മനസ്സിൽ വയ്ക്കാൻ ശ്രമിക്കുക. ഇത് സ്പിരിച്വാലിറ്റിയുടെ ഒരു ഫസ്റ്റ് ബേസിക് ഇതാണ് കാര്യങ്ങൾ. നമുക്ക് ആരോടെങ്കിലും ദേഷ്യമോ വിദ്വേഷമോ ഒക്കെ ഉണ്ടെങ്കിൽ വിഷ്വലൈസ് ചെയ്യുക ആ വ്യക്തിനെ. ചില പലർക്കും അവരെ പോയി കണ്ട് ഒരു മാപ്പ് പറയാനോ അല്ലെങ്കിൽ ക്ഷമിക്കാനോ ഉള്ളൊരു മനസ്സ് ഉണ്ടാവില്ല, കാണില്ല. പക്ഷേ നമുക്ക് അങ്ങനെ ചെയ്തില്ലെങ്കിലും നമ്മൾ അവരെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് അവരോട് ഒരു മാപ്പ് അപേക്ഷിക്കാം, അല്ലെങ്കിൽ ക്ഷമിക്കാൻ പറയാം. അപ്പോൾ നിങ്ങൾ പറയും, ഞാനാരോടെ തെറ്റ് ചെയ്തില്ല, ഞാനും തെറ്റ് ചെയ്തില്ല, അവരല്ല തെറ്റ് ചെയ്തിട്ടുള്ളത്. ശരിയാണ്, നമ്മളാരും തെറ്റ് ചെയ്യാറില്ലല്ലോ അല്ലേ? മറ്റുള്ളവരല്ലേ തെറ്റ് ചെയ്യുക. നമ്മളാരെങ്കിലും തെറ്റ് ചെയ്യാറുണ്ടോ? ഇല്ല. എപ്പോഴും മറ്റുള്ളവരാണ് തെറ്റ് ചെയ്യുക. പക്ഷേ ഈ വിദ്വേഷം എന്ന് പറഞ്ഞ സാധനം മനസ്സിൽ വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെയാണ്. ദേഷ്യം, വിദ്വേഷം, മറ്റുള്ളവരോട് വെറുപ്പ്, ഇത് ഒരു എനർജിയിൽ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, ഔരയിൽ ഒരു ബ്ലോക്ക് ഉണ്ടാക്കും കുറേ കാലങ്ങൾ ഇത് വെച്ചിട്ടിരിക്കുമ്പോൾ. ആ ബ്ലോക്ക് വീണ്ടും അസുഖമായിട്ട് ഫിസിക്കൽ ബോഡിയിൽ വരും, തിരിയും. ഇതുണ്ടാവുന്നതാണ്. അത് ഏതൊക്കെ വികാരങ്ങൾ എങ്ങനെയാണെന്നുള്ളത് വിചരിച്ചിട്ടാണ് അസുഖങ്ങളും വരുന്നത്. ഏതൊക്കെ അസുഖങ്ങൾ വരും എന്നുള്ളതും അറിയാൻ പറ്റും, സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇന്ന വികാരങ്ങൾ കുറേ കാലങ്ങൾ നമ്മൾ കൊണ്ട് നടക്കുകയാണെങ്കിൽ അതുണ്ടാവും എന്നുള്ളതായിട്ട്. ഇപ്പോൾ വീട്ടിലായാലും നമ്മളിപ്പോൾ വീട്ടിലൊരു പച്ചക്കറി അരിഞ്ഞതിൻ്റെ വേസ്റ്റ് ക്ലീനിങ് ചെയ്തതിൻ്റെ, മീനോ മാംസമോ ക്ലീൻ ചെയ്തതിൻ്റെ വേസ്റ്റ് നമ്മൾ എത്ര നേരം വയ്ക്കും വീട്ടിൽ? കുറച്ചധികം നേരം വെച്ച് കഴിഞ്ഞാൽ അത് ചീഞ്ഞ് നാറാൻ തുടങ്ങില്ലേ, വീട് മുഴുക്കം സ്മെല്ല് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ഡിസ്പോസ് ചെയ്യുക എത്രയും പെട്ടെന്ന്. സെയിം അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെക്കാൻ പാടില്ല, ഡിസ്പോസ് ചെയ്യണം. നമ്മൾ ലൈറ്റായിരിക്കണം, നമ്മുടെ സോൾ, നമ്മുടെ മൈൻഡ് എപ്പോഴും.
ഓക്കെ, അപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ നടത്തുക, ലൈറ്റ് ആവാൻ ശ്രമിക്കുക. ഇതൊക്കെ കുറേ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക, അറിഞ്ഞുകൊണ്ട് നേർവഴി കൂടെ പോകാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് ഇത്രയ്ക്കുള്ളൂ. താങ്ക് യു. അടുത്ത തവണ സന്ധിക്കും വരെ വണക്കം. ശുക്രിയ. ബൈ.